അപ്പോഴേ നമുക്ക് ഹിമാചൽ പ്രദേശിലേക്ക് ഒരു യാത്ര പോയാലോ? ഞങ്ങൾ ഹിമാചൽ പ്രദേശിലേക്ക് ഒരു യാത്ര പോവുകയാണ്. എന്ന് വെച്ചാൽ ഞങ്ങൾ ഷിംലയിലെത്തിയപ്പോഴുണ്ടല്ലോ ഭയങ്കര മഴയെന്ന് പറഞ്ഞാൽ അതിശക്തമായ മഴ. അതുകൊണ്ട് ഒന്നും കാണാനും കേൾക്കാനും ഒന്നും പറ്റിയില്ല. അവിടെ രാത്രിയിൽ തങ്ങി അടുത്ത ദിവസം രാവിലെ ഞങ്ങളുടെ പ്രോഗ്രാം അനുസരിച്ച് ഞങ്ങൾക്ക് കുളു മണാലിയിലേക്ക് എത്തണം. അങ്ങനെ അവിടെ നിന്നുള്ള യാത്രയിൽ ഞങ്ങൾ നേരെ കുളു മണാലി ലക്ഷ്യമാക്കി നീങ്ങി. അങ്ങനെ വന്നപ്പോൾ എന്തോ സ്ഥലത്തിൻ്റെ പേര് മറന്നുപോയി, പേര് ഉച്ചരിക്കാൻ എനിക്കറിയത്തില്ല. എന്തായാലും റോഡുകൾ ബ്ലോക്ക്, ആകെ ഒരു സുഖമില്ലാത്ത ഒരു യാത്രയായിരുന്നു കേട്ടോ. ഷിംലയിൽ നിന്ന് കുളു മണാലിയിലേക്ക് ഉള്ള യാത്ര. മഞ്ഞ് പൊതിച്ച് കിടക്കുന്ന കുളു മണാലി കാണാൻ വലിയ മഞ്ഞൊക്കെ ഉണ്ട്, പക്ഷെ വെളിയിലേക്ക് ഒന്നും കാണാൻ പറ്റത്തില്ല. അങ്ങനെ യാത്ര ചെയ്ത് ഞങ്ങൾ പിന്നെ ഏകദേശം കുളു മണാലി ആ ഭാഗത്തേക്ക് എത്താറായി. അങ്ങനെ റോഡ് സൈഡിലായിട്ട് നമുക്ക് കാണാവുന്നുണ്ടോ, റോഡിലൊക്കെ ഉണ്ടാവും വെള്ളം. മഴയുടെ ശക്തമായ മഴ കാരണമാണ് ഇപ്പോൾ റോഡെല്ലാം ബ്ലോക്കായി കിടക്കുക കേട്ടോ. സൈഡൊക്കെ കണ്ടു കഴിഞ്ഞാൽ പേടിയാവും, ഇടിഞ്ഞു വീഴാറായി കിടക്കുന്നത്. ഇത് കാണും അതിശക്തമായ മഴയായിരുന്നു. നല്ല വെള്ളമൊക്കെ കണ്ടോ, കലങ്ങി മറിഞ്ഞ പോലെ കിടക്കുന്നത്. റോഡിൻ്റെ തിട്ടയിലടിഞ്ഞ് എവിടെയും മണ്ണ് ലാൻഡ് സ്ലൈഡിങ് നടന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങേയറ്റം വരെ കുറേ ദൂരം വണ്ടികളൊക്കെ ബ്ലോക്കായി. ശരിക്കും പറഞ്ഞാൽ 2 വണ്ടിക്ക് കഷ്ടിച്ചേ പോകാൻ പറ്റുള്ളൂ. സൈഡ് കൊടുക്കാനുള്ള സ്ഥലമൊന്നുമില്ല. കണ്ടാൽ പേടിയാവും. അതുപോലെ ഒരു പ്രശ്നമായിരുന്നു. എന്തായാലും കുളു മണാലി കാണാനുള്ള അത്യാവശ്യമായ ആഗ്രഹം മൂലം എല്ലാം സഹിച്ചിങ്ങനെ വെയിറ്റ് ചെയ്ത് ഇരിക്കുകയാണ് കേട്ടോ. ഈ പാറക്കഷ്ണം കണ്ടോ? ഇത് കണ്ടു കഴിഞ്ഞാൽ തോന്നും എൻ്റെ ദൈവമേ ഇപ്പം താഴെ വീഴുമെന്ന്. മലനിരകളിലൂടെയുള്ള പൊട്ടിപ്പൊളിഞ്ഞ റോഡുകൾ. ഈ വണ്ടിക്കകത്തിരുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റത്തില്ല കേട്ടോ. വണ്ടി അങ്ങനെ ആകെ ഷെയ്ക്കായതാണ്. അതുകൊണ്ട് നമുക്ക് ആദ്യം വീഡിയോ ഒന്നും നല്ല രീതിയിലൊന്നും കിട്ടത്തില്ല. പിന്നെ എൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടി ഞാൻ എടുക്കുകയാണ്. താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ തല കറങ്ങും. ഉണ്ടോ റോഡിൻ്റെ അവസ്ഥ ഉണ്ടോ? ഇതുപോലെയുള്ള റോഡുകൾ. അപ്പോൾ ഇവിടെയൊക്കെ ഇടയ്ക്കിടയ്ക്ക് ലാൻഡ് സ്ലൈഡ്സ് ഉണ്ടാകാറുണ്ടല്ലോ. ഹിമാചൽ പ്രദേശിന് വരുമ്പോൾ തന്നെ അറിയാമല്ലോ എന്തായാലും. അപ്പോൾ അങ്ങനെ ഷിംല എന്നുള്ള കാണാനുള്ള സ്വപ്നം ഇല്ലാതായി. കാരണം ഞങ്ങളൊരു 7 days പാക്കേജുമായിട്ടാണ് വന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആ കറക്റ്റ് സമയത്ത് തന്നെ ഓരോ സ്ഥലത്ത് എത്തേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ റോഡുകൾ ബ്ലോക്ക് ആവുന്നതനുസരിച്ച് നമുക്ക് കാണേണ്ട സ്ഥലങ്ങളും ഇങ്ങനെ കുറേയധികം നമുക്ക് മിസ്സാവുന്നുണ്ട്. പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു പാക്കേജിൽ പോകുമ്പോൾ ചിലപ്പോഴൊക്കെ ഇങ്ങനെ മാർഗ തടസ്സങ്ങളൊക്കെ ഉണ്ടാകും. അപ്പം നമ്മൾ സോളോ ട്രിപ്പോ അങ്ങനെയോ അല്ലെങ്കിൽ ഒരു ഫാമിലി നമ്മൾ സ്വന്തമായിട്ട് പോകുന്നൊന്നും അല്ലല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ള അസൗകര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ചില പ്ലേസസൊക്കെ നമുക്ക് മിസ്സാകും. അപ്പോൾ അതുകൊണ്ട് യാത്ര ചെയ്യുമ്പോൾ എപ്പോഴും എല്ലാ സ്ഥലങ്ങളും നമ്മൾ മുൻകൂട്ടി പ്ലാൻ ചെയ്ത് പോയാലും ചില പ്ലാനുകളൊക്കെ തെറ്റാറുണ്ടല്ലോ.
ഉണ്ടോ, വഴിയുണ്ടോ? നദി ഏതാണ്? ബിയാസ് നദിയല്ലേ? ഉണ്ട്. എന്തായാലും ദൃശ്യങ്ങളൊക്കെ മനോഹരം തന്നെ. പക്ഷേ മനോഹരമായ ദൃശ്യം നമ്മളെ ഭീതിപ്പെടുത്തുന്നതുമാണ്. എപ്പോൾ വേണമെങ്കിലും ലാൻഡ് സ്ലൈഡ് ഉണ്ടാകാം. കാരണം ഇവിടുത്തെ കാലാവസ്ഥയെന്ന് പറയുന്നത് അതുപോലെയുള്ളതാണല്ലോ. പെട്ടെന്ന് മേഘവിസ്ഫോടനം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒന്നാണ്. ഈ മലനിരകളൊക്കെ കാണുമ്പോൾ ഏറെക്കുറെ നമ്മുടെ കേരളത്തിലെ ഹൈ റേഞ്ച് മേഖലയിലേക്കൊക്കെ വരുന്ന ഒരു പ്രതീതി തോന്നും. അങ്ങനെ ഞങ്ങളൊരു വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തെത്തി കേട്ടോ. ഇതൊരു ട്രക്കിംഗ് പോയിൻ്റാണ് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് റംല വെള്ളച്ചാട്ടം എന്നാണ് പറഞ്ഞത്. അപ്പം ഈ റോങ്താം പാസിൻ്റെ അടുത്തായിട്ട് വരും. അപ്പോൾ അങ്ങനെ ഞങ്ങളൊരു ചെറിയ ട്രക്കിംഗ് ഇവിടുന്ന് ആരംഭിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതായത് പിന്നെ നമുക്ക് സിപ്പ് ലൈനിലൂടെ വേണം ഈ റിവർ ക്രോസ് ചെയ്ത് അക്കരെ കയറിയിട്ട് വേണം ഈ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തെത്താൻ. ഈ കാണുന്ന പോലെ അത്ര അടുത്തൊന്നും അല്ല കേട്ടോ, കുറേ ദൂരമുണ്ട്. 3-4 കിലോമീറ്റർ നടക്കണം. അങ്ങനെ ഞങ്ങൾ ഭയങ്കര വെയിലായി. ഇവിടെ വന്നപ്പോഴേക്കും ഭയങ്കര ചൂടായി കേട്ടോ, ഭയങ്കര ചൂടായി. അപ്പം ഞങ്ങളൊരു 11 മണിയായി. അപ്പോൾ അതുകൊണ്ട് ഈ സിപ്പ് ലൈനൊക്കെ കടന്ന് അങ്ങനെ ആ ട്രക്കിംഗ് പോയിൻറ്റിലേക്ക് പോവുകയാണേ. ഞങ്ങൾ 3 പേരേ പോകുന്നുള്ളൂ കേട്ടോ, 3-4 പേരുണ്ട്. ബാക്കിയുള്ളവരൊക്കെ അക്കരെ നിൽക്കുക. കാരണം അവർക്ക് ഇത്രയും ദൂരം നടക്കാൻ വെയിലാണെന്നൊക്കെ പറഞ്ഞ്. പിന്നെ അതങ്ങനെ നല്ല വഴികളൊന്നുമല്ല, കാരണം മലയുടെ ഇടയ്ക്ക് കൂടെയാണല്ലോ കയറി പോകുന്നത്. അപ്പം അല്പം ശ്രദ്ധിച്ച് വേണം കയറി പോകാനും. അപ്പോൾ അങ്ങനെ ഞങ്ങൾ റഹാല വെള്ളച്ചാട്ടം എന്നാണ് പറഞ്ഞത്. അപ്പം ആ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്കാണിപ്പോൾ ട്രെക്ക് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ കുളു മണാലി വന്നിട്ടൊന്ന് ട്രെക്ക് ചെയ്തില്ലെങ്കിൽ വളരെ മോശമല്ലേ. അപ്പോൾ അങ്ങനെ പോകാണ് കേട്ടോ. അപ്പോൾ ഇനി നിങ്ങൾ വീഡിയോ കണ്ടു നോക്കുക. ഉണ്ടോ, നിങ്ങൾ ഈ ട്രക്കിംഗ് പോയിന്റിലൊക്കെ പോയിട്ടുണ്ടോ? ഈ വെള്ളച്ചാട്ടത്തിനടുത്ത് പോയിട്ടുള്ളവരുണ്ടാകും. കുളു മണാലി പോകുന്നവരൊക്കെ മിക്കവാറും തന്നെ പോയിട്ടുണ്ടാകും, ട്രക്കിംഗ് ഇഷ്ടമുള്ളവർ കേട്ടോ. എന്തായാലും നല്ല മനോഹരമായൊരു വെള്ളച്ചാട്ടം കേട്ടോ. അതിൻ്റെ അടുത്ത് എത്തിക്കഴിയുമ്പോൾ നമുക്ക് പേടിയാവും. അപ്പോൾ ഓക്കെ, അത് ബാക്കി പോയിട്ട് നമുക്ക് ഏതായാലും ട്രക്കിംഗ് ഞങ്ങൾ കംപ്ലീറ്റ് ആക്കാം കേട്ടോ. പിന്നെ വേറൊരു വാട്ടർഫോൾസും ഉണ്ട് കേട്ടോ, യോഗിനി ഫാൾസ്. അത് പൈൻ മരങ്ങളുടെ ഇടയിലൂടെ കയറി അങ്ങനെ പോകുന്ന ഒരു യോഗിനി ഫാൾസും ഉണ്ടെന്നാണ് പറയുന്നത്. എല്ലാ രീതിയിലും ഞങ്ങൾ പോകാം. ഈ മലനിരകൾക്കിടയിലും നല്ല കൃഷികളുണ്ട് കേട്ടോ. കോളിഫ്ലവർ, കാബേജ്, ബ്രൊക്കോളി, ഉരുളക്കിഴങ്ങ്, അങ്ങനെ എല്ലാ ശീതകാല പച്ചക്കറികളും ഉണ്ട്. ഏകദേശം വിളവെടുപ്പ് ആകാറായിട്ട് ഇരിക്കുന്ന സമയമാണ്. പിന്നെ എൻ്റെ ഫോണിലൂടെ ഇത് വളരെ ക്ലിയറായിട്ട് കാണുന്നു വന്നാൽ നല്ല വെയിലാണ്, നല്ല ചൂടും ഉണ്ട്, കാറ്റുണ്ട്. കാറ്റുള്ളതുകൊണ്ട് തന്നെ വലിയ ചൂട് നമുക്ക് ദേഹത്തേക്ക് അനുഭവപ്പെടുന്നില്ലെന്നേ ഉള്ളൂ. അതുകൊണ്ട് നമ്മുടെ ഈ വീഡിയോസിനൊന്നും വലിയ ക്ലാരിറ്റി ഒന്നുമില്ല കേട്ടോ. കാരണം നല്ല വെയിലായതുകൊണ്ട് വെളിച്ചം ഭയങ്കരമായിട്ട് ഇതുണ്ട്. അവിടെ കയറി പോകുമ്പോഴേക്കും നമുക്ക് ബാക്കി മലനിരകളൊക്കെ കാണാം. നമുക്ക് ഈ സൈഡൊക്കെ കണ്ടോ. ശരിക്കും നല്ല മനോഹരമായ ഒരു സ്ഥലമാണ്. ട്രക്കിംഗ് ആണ്. 3-4 കിലോമീറ്ററേ ഉള്ളൂ. അങ്ങോട്ടും ഇങ്ങോട്ടൂടെ 5-6 കിലോമീറ്റർ. 1 മണിക്കൂർ സ്പീഡിൽ നടന്നാലും 1 മണിക്കൂർ. തിരിച്ചിങ്ങോട്ട് സ്പീഡിൽ പോരാളോ. അങ്ങോട്ട് കയറുമ്പോഴല്ലേ ഉള്ളൂ കുറച്ച് കയറ്റവും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാലും നല്ല രസമുണ്ട്. ഇതിൻ്റെ മുന്നിൽ പോകുന്നത് പിന്നെ തോമസ് സാറാണ്, ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ള സാറാണ്. സാറ് ഭയങ്കര ആക്റ്റീവ്. എല്ലാ ട്രക്കിങ് എവിടെ ട്രക്കിംഗ് ഇതൊക്കെ ഫീൽഡുണ്ടോ അവിടെയെല്ലാം സാറ് പോകും. പിന്നെ പാക്കേജ് ടൂർ ആയതുകൊണ്ട് 1 മണിക്കൂറാണ് സമയം തന്നിരിക്കുന്നത്. അപ്പം എത്രയും പെട്ടെന്ന് കയറി
അവിടെ അധികം താമസിക്കരുത്. പിന്നെ അതുപോലെ തന്നെ ചിലപ്പോൾ സ്ലിപ്പ് ചെയ്യുന്നതൊക്കെയാണ്. അതുകൊണ്ട് ഏറ്റവും അടുത്ത് സ്ലിപ്പിംഗ് ഏരിയ ആയതുകൊണ്ട് തന്നെ കുറച്ച് അപകടം ഒക്കെയുള്ള സ്ഥലമാണ്. അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് വേണം പോകാൻ. പാക്കേജ് ടൂറുകാർക്ക് യാതൊരു ഗ്യാരണ്ടിയും ഇല്ല എന്നൊക്കെ പറഞ്ഞു, നിങ്ങളുടെ സ്വന്തം സുരക്ഷിതത്തിൽ തന്നെ പോകണമെന്ന്. അങ്ങനെ ഞങ്ങൾ ഏകദേശം അതിൻ്റെ അടുത്തെത്തി. ഏകദേശം ഒന്ന് ബ്രൊക്കോളി, കോളിഫ്ലവർ, രാജ്മ, ബട്ടർ, ആലു ഒക്കെയാണ് കൃഷി. അധിക സമയമൊന്നും നിന്നില്ല. ഞങ്ങൾ പെട്ടെന്ന് കുറച്ച് ദൂരം മാറി നിന്നാണ് കേട്ടോ. കണ്ട് 1-2 ഫോട്ടോസൊക്കെ എടുത്ത് അവിടെ നിന്ന് പെട്ടെന്ന് പോന്നു. ഇനി ഞങ്ങൾ നേരെ പോകുന്ന കീലോങ്ങിലേക്കാണ്. അങ്ങനെ അടൽ ടണലിലെത്തി കേട്ടോ. അടൽ ടണൽ കണ്ടു. അതുപോലെ തന്നെ നല്ല രസകരമായൊരു അനുഭവമായിരുന്നു അടൽ ടണലിൽ.